ഇന്നത്തെ റെസിപ്പി റവ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരത്തിൻ്റെയാണ്. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂൾ വിട്ടിരുന്ന സമയത്ത് പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരം തന്നെയാണ്. കുറച്ച് കാലം സൂക്ഷിച്ച് കേടുവരാതെ സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ, അപ്പോഴാണ് ആ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക. ഓയിലൊന്നും ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ നെയ്യ് നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് 1/4 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. റവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുത്താൽ മതിയാവും. പിന്നെ വറുത്ത റവയായാലും വറുക്കാത്ത റവയായാലും ഒന്നും കുഴപ്പമില്ല. പിന്നെ റവ വറുത്തെടുക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ കൂടെ ഇതിലേക്കൊരു 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ റവ കൂടെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് തന്നെ വറുത്തെടുക്കണം. അപ്പോൾ റവ ഏകദേശം ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ട് വറവായിട്ട് കിട്ടിയാൽ ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പിന് താഴെയായിട്ടാണ് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു 1/4 കപ്പിന് താഴെ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. മധുരം കുറവ് മതിയെന്നുണ്ടെങ്കിൽ 1/2 കപ്പിന് കുറച്ച് മുകളിലായിട്ട് ഇട്ട് കൊടുത്താലും മതിയാവും. അപ്പോൾ പഞ്ചസാര കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. പാലും കൂടി ചേർത്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്ന ആ ഒരു പഞ്ചസാരയും മെൽറ്റായിട്ട് അതും കൂടെ മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ആ ഒരു പാലും പഞ്ചസാരയൊക്കെ നന്നായിട്ട് വറ്റിച്ച് കിട്ടണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തന്നെ കുറുക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വറ്റി ഇതുപോലെ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഈ ഒരു പരുവാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, മെയിൻ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നട്ട്സ് റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ വാട്ടിയിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏതായാലും നട്ട്സ് മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് നെയ്യ് ഒഴിച്ച് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് ഉണക്കമുന്തിരിയും ചേർത്തിട്ട് വറുത്ത് കോരിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പഴമൊക്കെ കയ്യിലുണ്ടെങ്കിൽ പഴം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ, ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നൊരു കാര്യം, ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള നല്ല നല്ല ഒരുപാട് റെസിപ്പീസൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ കണ്ടു നോക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ റോസ്റ്റ് ചെയ്തിട്ടുള്ള അണ്ടിയും മുന്തിരിയും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ചെറുതായിട്ടൊന്ന് ചൂടാറി കിട്ടിയാൽ ഇനി ഇതുപോലൊരു പാത്രത്തിൽ സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ചൂടോട് കൂടി തന്നെ ചെയ്തെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ സെറ്റായിട്ട് കിട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും. ഞാനിപ്പോൾ ഇതുപോലെ റൗണ്ട് പാത്രത്തിൽ ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ലഡു രൂപത്തിൽ റൗണ്ടിൽ പിടിച്ചിട്ട് ഇതുപോലെ റൗണ്ടാക്കിയിട്ട് ലഡു പോലെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. എങ്ങനെയായാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. ഇത് പെട്ടെന്ന് സെറ്റായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ